രൂപയ്ക്ക് ഒരു വീട് പണിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക ഇതനുസരിച്ച് കൂടുതൽ കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട് റബ്ബർ തന്നെയാണ്. അപ്പം അതിനൊരു താങ്ങുവിലയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും പ്രാബല്യത്തിലായി ഇതുവരെ നമ്മൾ എല്ലാവർക്കും കുറേശ്ശെയൊക്കെ റബ്ബറുള്ള നമ്മൾ കൊണ്ട് കൊടുക്കും, നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബാലിയൻ്റെ ചാനലിലെ സ്ഥാനാർത്ഥികളോടൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മളെപ്പോൾ എത്തിയിരിക്കുന്നത് കൂട്ടിക്കൽ പഞ്ചായത്തിലെ വെട്ടിക്കാനം വാർഡ് 11-ാം വാർഡിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ 11-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ഷീബ ആബിദീൻ ടീച്ചറിനുമായിട്ട് നമുക്ക് ചോദ്യത്തിലെ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. അപ്പോൾ ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? കണ്ടു. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക ഇതനുസരിച്ച് നടപടി ഉണ്ടാകുന്ന കാര്യമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ താങ്കൾ വിജയിച്ചാൽ, ഈ വാർഡിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി എടുക്കാൻ സ്വീകരിക്കാൻ നമുക്ക് പറ്റും? നമ്മൾ ജയിച്ചു കഴിയുവാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രവർത്തന മേഖലയിലൂടെ അല്ലെങ്കിൽ പോലും സ്കൂളുമായിട്ട് കണക്ട് ചെയ്തും അല്ലാതെ നമ്മുടെ വ്യക്തിപരമായിട്ടാണെങ്കിലും ഒരു ഹോസ്പിറ്റലൈസ് ആയിട്ടുള്ളവർക്കാണെങ്കിലും നമ്മളാൽ കഴിയുന്ന സഹായവും, നമ്മളൊരു സ്വാശ്രയ കൂട്ടായ്മകളും അതുപോലെ തന്നെ പല കണക്ഷൻസും നമുക്കുണ്ടല്ലോ, വ്യക്തിബന്ധങ്ങളുള്ളവരാണ്. അപ്പം പലരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഒരു ഫണ്ട് കണ്ടെത്തുക, ആ ഫണ്ടിലൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതായത് ഒരു കൂട്ടായ്മയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കുറെ പേർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ മനസ്ഥിതിയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ എല്ലാവരും കൂട്ടായ ഒരു ഇതാക്കിയതിനു ശേഷം അപ്പോൾ അവരെ കൊണ്ട് നമ്മളാൽ പറ്റുന്ന കുറെ സഹായങ്ങളാണ് വീട്ടുകാർക്ക്. അതായത് സാമ്പത്തികം ചോദിക്കാതെ തന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പൂർണ്ണത എത്തുകയുള്ളൂ. അല്ലാതെ ഈ 4 ലക്ഷമോ അല്ലെങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന പൈസയിൽ നിന്നും കൂടിയോ നമുക്കിതൊന്നും ആവുന്ന കാര്യങ്ങളല്ല. പിന്നെ നമ്മുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി നൽകാൻ വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെടാൻ സാധിക്കുമോ എന്നുള്ള അങ്ങനെയുള്ള തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും ഓരോ ഗവൺമെന്റിനും ഓരോ ഫണ്ടുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ത്രിതല പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്നും ഉണ്ടാകും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായി എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? റബ്ബർ കൃഷി എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്ത്, നമ്മുടെ സമീപ പഞ്ചായത്തുകളിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് റബ്ബർ കർഷകരും ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം. റബ്ബർ കർഷകർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പറഞ്ഞ പോലെ ക്വസ്റ്റ്യനർ ചോദിക്കുന്നത് പോലെ നമ്മുടെ ഈ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട് റബ്ബർ തന്നെയാണ്. അപ്പം അതിനൊരു താങ്ങുവിലയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും പ്രാബല്യത്തിലായി ഇതുവരെ നമ്മൾ എല്ലാവർക്കും കുറേശ്ശെയൊക്കെ റബ്ബർ നമ്മൾ കൊണ്ട് കൊടുക്കും, നമുക്ക് അറിയാവുന്നതാണ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പദ്ധതികൾ എന്ന് പറയുമ്പം കൂട്ടായ ഈ നമുക്ക് ഗവൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ കാർഷിക മേഖല വിജയിപ്പിച്ച്, അതായത് ആ കർഷകർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് വേണമല്ലോ, അല്ലാതെ നമ്മൾ വെറുതെ ഇപ്പോൾ റബ്ബർ വെട്ടുന്ന ആൾക്ക് കൊടുക്കാനുള്ളത് പോലും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഈ മഴക്കാലമാണെങ്കിൽ ഷെയ്ഡ് ഇടുന്നതും വളം കൊടുക്കുന്നതും ഇതുമെല്ലാമായിട്ട് മൊത്തത്തിൽ കർഷകർക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടുള്ള അതിനാൽ തന്നെയാണ് സ്വാഭാവികമായിട്ടും ഈ റബ്ബർ മാറ്റി മറ്റു കാർഷിക വിളകൾ ആൾക്കാർ പ്ലാന്റ് ചെയ്യുന്നതിന്റെ കാരണം തന്നെ. അപ്പം ഇത് ഒരു കാർഷിക മേഖലയിൽ കുട്ടികൾ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ റബ്ബറിന്റെ ഒക്കെ ആണെങ്കിലും വളമൊക്കെ ആണെങ്കിലും വില കുറച്ച് കിട്ടുന്ന സാഹചര്യം, അങ്ങനെ പല ഇത് കാണുമല്ലോ. അപ്പം നമ്മളാൽ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്ക് വേണ്ടി ചെയ്തിരിക്കും. നമ്മുടെ ഈ ആദ്യത്തെ 2 ചോദ്യം നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ചോദിക്കാൻ പലരും മടിക്കുന്ന ഒരു ചോദ്യമാണ്, ചോദിക്കുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യമാണ്. എങ്കിലും നമ്മൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ 14 നമ്മുടെ വാർഡിലെ എല്ലാ സ്ഥാനാർത്ഥികളും ഇതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം സാധാരണ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ, നമ്മുടെ 11-ാം വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി, അതായത് ആരും മത്സരിക്കാൻ നിന്നാലും ആ വാർഡിൻ്റെ ഒരു മെമ്പർ ആകുമ്പോഴത്തേക്ക്
ഇത് ഇന്ന പദ്ധതി നമ്മൾ സാധിച്ചു കൊടുക്കുന്ന ഒരു സ്വപ്ന ഒരു പദ്ധതി, വാഗ്ദാനം ഒരു ഒക്കെ സ്വപ്ന പദ്ധതി കൊടുക്കുന്നുണ്ടായിരിക്കും. ഉറപ്പായിട്ടാണ്. അങ്ങനെ ഒരു പദ്ധതി താങ്കൾക്കുണ്ടോ? അപ്പോൾ നമ്മൾ ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ നമ്മുടെ ഈ 11-ാം വാർഡിലെ എല്ലാ ഏരിയയും തന്നെ ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞിട്ടുള്ളിടത്തോളം സ്ട്രീറ്റ് ലൈറ്റ് ഒരു പ്രശ്നമാണ്. സ്ട്രീറ്റ് ലൈൻ ഇല്ലാത്ത ഏരിയകളുണ്ട്. അപ്പം നമ്മുടെ ഇവിടെയും ഇതുപോലെ കടുവയും പുലിയൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോഴേക്കും അതിന് വേണ്ട ഒരു KCB ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് എന്താണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് അനിവാര്യമാണ്. ഈ അനിവാര്യമായ ഈ ഘട്ടത്തിൽ അത് ആൾക്കാരെ ഉന്നയിച്ചു കഴിഞ്ഞു, ഞങ്ങളെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ചെയ്യും. അപ്പം അതിനാൽ പറ്റുന്ന പല ഏരിയ ഞങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റോഡ് വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് ആ വാർഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ ഓരോരുത്തരുടെയും ആ ജീവിത സാഹചര്യങ്ങളും ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. വെള്ളമില്ലാത്ത ഏരിയയും വെള്ളത്തിന്റെ ക്ഷാമം ചില പ്രത്യേക സീസണിലേ ഉള്ളൂ. അതല്ലാതെ വഴിയില്ലാതെ ഒരു ഹോസ്പിറ്റലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ്, അതായത് വീടിന്റെ അവിടം വരെ വഴി ചെല്ലത്തില്ല. നമ്മൾ തന്നെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇത്രയും ബുദ്ധിമുട്ടുള്ള ഏരിയകളിലൊക്കെയാണല്ലോ ഇവർ താമസിക്കുന്നതെന്നും. അപ്പം അവർ പറഞ്ഞിട്ടുള്ളത് ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് റെഡിയാക്കി തരണം. ഓരോ സ്ഥാനാർത്ഥികളും വരുന്നവര് കുറെ വാഗ്ദാനങ്ങൾ നൽകി ഇങ്ങനെ പോകും. പക്ഷെ അതൊന്നും പ്രാബല്യത്തിലാക്കാതെ വരുമ്പോഴേക്കും അടുത്തവരോട് അവർക്ക് ആ ഒരു വിശ്വാസതയിലായിരിക്കുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഉറപ്പ് പറയാന്നുള്ളത് അവരോട് ചോദിക്കുന്നു. നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മളെ വിജയിപ്പിക്കുന്ന അവര് നമ്മളൊരു കാര്യം ചെയ്യുന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കുമല്ലോ അവര് നമ്മൾ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ്. അപ്പോൾ നമ്മുടെ എല്ലാവിധ ആശംസകളും. ഞാൻ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ 11-ാം വാർഡിൽ വെട്ടിക്കാനത്ത് നിന്നും മത്സരിക്കുന്ന ഈ ഒരു UDF സ്ഥാനാർത്ഥിയാണ്. പേര് ഷീബ ആബ്ദീൻ, ഷീബ ടീച്ചർ. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് 9-ാം തീയതി നടക്കുന്ന ഇലക്ഷനിൽ എല്ലാവരും കൈ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് G രാജ് സാറും അതുപോലെ തന്നെ റെജി വാര്യാമറ്റം ബ്ലോക്ക് മെമ്പറായി സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന റെജി വാര്യാമറ്റത്തിനും അതുപോലെ ഇളയവളായ എനിക്കും കൈ അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് വിനീതപൂർവ്വം അപേക്ഷിക്കുകയാണ്.